ഇങ്ങനെയൊന്നും കാണിച്ചിട്ട് നടക്കാൻ നമുക്ക് സമയം കിട്ടില്ല. എനിക്കും സ്കൂളിൽ പ്രശ്നമാണ്, ഇതൊക്കെ ചെയ്യുന്നത് പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു 3 മാസം കൊണ്ട് റെസ്റ്റ് ആയതുകൊണ്ട് എന്റെ ഇഷ്ടത്തിന്. പിന്നെ ചേട്ടൻ എല്ലാത്തിനും സമ്മതിക്കുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ചെല്ല അങ്ങോട്ട് അവിടെ പോയിരിക്കും. വിരുന്നുകാരൊക്കെ ഇവിടെ വന്നിരിക്കും. നല്ലതാ കേട്ടോ. താങ്ക് യു. കരിക്കട്ട പോലെ ഇരിക്കുന്ന കൈയുടെ അവിടെ ടാറ്റു അടിച്ചിട്ട്. അവിടെ മാത്രമല്ല, ഇവിടെ ഇവിടെ മുതുകത്ത് കാലില് കാര് കാണാനാ മുതുകത്തൊക്കെ ടാറ്റു അടിച്ചു വെച്ചിട്ട്. ഒന്നാമത്തെ ഉണക്ക പോലത്തെ കുറച്ച് മുടി. പിന്നെ കുളിരാന്ന് പറയാൻ പറ്റുമോ? അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് സാവധാനം അറിയിക്കാം. സാരി നല്ലതെന്ന് പറഞ്ഞത് എനിക്കും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് ആ പെണ്ണിട്ടിട്ട് ഒരു ഭംഗിയില്ല. അച്ഛനെ കാണാനില്ല. ചേട്ടാ, അച്ഛനെ കാണാനില്ലെന്നേ. ഇവിടെ അക്ഷയ സെന്ററിലല്ല പറയണ്ടേ, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അപ്പുറത്തെ ഇറക്കിയപ്പോ മേഡത്തിനെ ഒന്ന് കണ്ടാ മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പുറത്തെ ഇറക്കിയപ്പോ മേഡത്തിനെ ഒന്ന് കണ്ടു കഴിഞ്ഞാ എന്റെ ചേട്ടനെ ആരോ പറ്റിച്ചതാ, പോയി പോലീസ് സ്റ്റേഷനിൽ പറയും. അച്ഛൻ ഡെത്ത് സർട്ടിഫിക്കറ്റ് അച്ഛൻ പോയിട്ട് 2 വർഷമായി. അച്ഛനെ കാണാതായിട്ട് 2 വർഷമായോ? ചേട്ടന് ഇപ്പൊ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണോ വേണ്ടേ, അച്ഛനെ കണ്ടുപിടിക്കലാണോ വേണ്ടേ? ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഡെത്ത് സർട്ടിഫിക്കറ്റ് അച്ഛന്റെ പേരിൽ കുറച്ച് സ്വത്തൊക്കെ ഉണ്ടേ. അപ്പൊ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് കാര്യങ്ങള് ഉഷാറാക്കാൻ പറ്റൂലേ. അതെ, ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്ക്. മേഡം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലേ. അപ്പുറത്തെ ഇറക്കിയപ്പോ ഇവിടെ ഒന്ന് പറഞ്ഞാൽ അതാരും പറ്റിച്ചതാന്ന്. ഇവിടെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചേട്ടാ ചെല്ലി. 2 വർഷം മുമ്പ് കാണാതെ പോയ അച്ഛനെ അന്വേഷിച്ച് വന്നേക്കാം. കുട്ടികളുടെ കാര്യത്തില് തീരുമാനമൊന്നും പറഞ്ഞില്ല. എന്നാലും എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് 2 കുട്ടികൾ മതി. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്നെ കൊണ്ട് വലിയ പെറ്റി ഒരുക്കി കൂടാൻ പറ്റി. പറഞ്ഞൊരു ഫ്ലോയിൽ പറഞ്ഞു. നമ്മളവിടെ പറഞ്ഞു നിർത്തിയേ 2 കുട്ടികൾ മതി. 2 മതി. എനിക്ക് ഡിമാൻഡ് 2 നമുക്ക് നിർത്തും. പിന്നെ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. എന്തുവാ? എന്റെ അമ്മയച്ഛനെ പൊന്നുപോലെ നോക്കണം. അമ്മായിയച്ഛൻ പോരുണ്ടാക്കരുത്. അച്ഛനെ പൊന്നുപോലെ നോക്കില്ല, എന്റെ പൊന്നച്ഛനെ പോലെ നോക്കില്ലേ. എന്നാ ഞാൻ നിനക്കൊരു വാക്ക് തരാം. എന്തുവാ? ഏത് പാതിരാത്രിയിലും നിനക്ക് രാത്രിയിൽ പുറത്തിറങ്ങി നടക്കാം. എന്റെ ചെറുക്കനാന്നറിയുമ്പോ ഒരാളും നിന്റെ മാനത്തിന് വില പറയില്ല. എന്റെ ദേവിയെ, എനിക്ക് ഈ വാക്ക് കേട്ടാ മതി. ഇങ്ങനെയൊക്കെ സംസാരിച്ചോണ്ട് നിന്നാ മതിയോ? കാരണവരായിട്ട് ഡിസ്കസ് ചെയ്യണ്ടേ? അത് ചെയ്യാം. അച്ഛനെ വിളിക്ക്. അയ്യോ, അച്ഛൻ ഇവിടെ ഇല്ല. എവിടെ പോയി? അച്ഛൻ ഒരു 6 മാസത്തെ പണിക്ക് വേണ്ടി പോയിക്കോണേ. മിക്കവാറും രാത്രി എത്തുന്നാണ് അമ്മ പറഞ്ഞേക്കുന്നത്. അപ്പൊ വലിയ പണിയായിരിക്കുമല്ലോ. വലിയ പണിയായിട്ടല്ല, അച്ഛനാണെ കെട്ടിടം പണിയാണ്. അച്ഛനാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഒടുക്കത്തെ ആവേശം. അങ്ങനെ ആവേശം മൂത്ത് അച്ഛൻ ഒരു കെട്ടിടം കെട്ടിടത്തിന് മേലെത്തി. എന്നിട്ട് താഴോട്ടിറങ്ങാനുള്ള പടി കെട്ടാൻ മറന്നുപോയി. അതെ, എന്റെ ക്ലിപ്പ് കണ്ടോ? നമ്മുടെ മോളെ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് തന്നെ നിന്റെ ക്ലിപ്പ് കണ്ടോന്നോ? ഞാൻ നാട്ടുകാരോട് എന്താ സമാധാനം പറയോടി? എന്റെ മാനം പോയോടി? ഇതിനിടയ്ക്ക് നിന്റെ ക്ലിപ്പ് ഇറങ്ങിയോ? എന്റെ മനുഷ്യ, നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? ഞാൻ എന്റെ തലയെ കുത്തുന്ന ക്ലിപ്പിന്റെ കാര്യം ചോദിച്ചേ. അതായിരുന്നു. എടി, മോളെ ആരുടെ കല്യാണം, അതുകൊണ്ട് പറഞ്ഞതാ. മോളെക്കാളും സുന്ദരിയായിട്ട് നീ നിൽക്കുന്ന കണ്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പീഡനം. ആര്? അമ്മാവൻ. അമ്മാവൻ പീഡനോ? അമ്മാവൻ പീഡനത്തിനകത്താകാൻ പോകുന്നു. തോന്നിയ ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിലോ റൊണാൾഡോ വേണ്ട, അതിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവം വീട്ടിൽ നിന്ന് പൊക്കോണം. ഇത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രതികരണം എന്ന് എനിക്കറിയായിരുന്നു. ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞേ. അമ്മാവൻ ഇങ്ങോട്ട് ബസ്സിൽ വന്നപ്പോ ബസ്സിനകത്ത് വെച്ച് പെണ്ണിന്റെ എവിടെ കണ്ട് കയറി പിടിച്ചെന്നോ, ആള് കൂടിയെന്നോ, അമ്മാവൻ ഇറങ്ങി ഓടിയെന്നോ. അമ്മാവനാ? എന്നാലും അമ്മാവൻ അങ്ങനെ ചെയ്യോ ചേച്ചി? എന്ത് പറയുന്നത്? ചെയ്യാതിരിക്കോ? പണി കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യം. അതല്ല, അമ്മായിനെ പോലും മര്യാദക്ക് നോക്കാത്ത ആള് പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ എങ്ങനെ വിശ്വസിക്കും? അറിയാൻ പറ്റത്തില്ല, പുള്ളിയുടെ പ്രായം അതാണ്. ഇങ്ങനെയുള്ള ടീമുകളിൽ ചില ഈ ക്രിമികടി രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളും. പ്രായമാകുമ്പോ ചെറുക്കൊക്കെ ഇങ്ങനെ നോക്കി 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ പിള്ളേർക്ക് നിങ്ങളുടെ പഴയ ആദാമിന്റെ കാലത്തുള്ള ട്രോഫി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാൻ പോണേ. അത് ഞാൻ കൊടുക്കുമ്പോ, ഞാൻ മനസ്സറിഞ്ഞ് കൊടുക്കുമ്പോ എനിക്ക് കിട്ടിയത് അങ്ങോട്ട് കൈമാറുമ്പോ പിള്ളേർക്ക് അത് സന്തോഷമാവും. തങ്കച്ചേട്ടത്തിന് കാര്യം മനസ്സിലായില്ലേ? മൊമന്റോ പുതിയത് മേടിക്കാനുള്ള ഫണ്ട് മറിച്ചു. ഫണ്ട് ഉണ്ട് അവിടെ, പാർട്ടിയിൽ ഫണ്ടില്ലാതിരിക്കുക. ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ഇരിക്കും. ഇതൊരു നല്ല കാര്യമാണ്, പുതിയ തലമുറയ്ക്ക് കൊടുക്കണം. അതിനകത്തും കള്ളത്തരം കാണിക്കല്ലേ. നീ നിന്റെ പണി നോക്ക് നോക്കാം. നിന്റെ പെൺപുലികാലത്തെ സംഘടന അല്ലേ ഇത്? ഞങ്ങൾ കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. പെൺപുലിനെ പറഞ്ഞാലുണ്ടല്ലോ. പറയൂടി. നിങ്ങൾ തമ്മിൽ തല്ലി ചാവി. ഞാൻ എന്റെ പാട്ടിന് പുലിയില്ല, കഴുതപ്പുലി എല്ലാം. തന്നടി തന്നെ അതിന്റെ ഏറ്റവും മുതിർന്ന കോവർ കഴുതയാണ് നീ, പെൺപുലിയില. ഓഹോ, നശിച്ചു. അയ്യോ, നശിച്ച് വേണം ഞങ്ങൾ പോട്ട്. ഓ, നീ എവിടെ പറയാത്തേ ഇതേ ഉള്ളൂ. നോക്കി
10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ പിള്ളേർക്ക് നിങ്ങളുടെ പഴയ ആദാമിന്റെ കാലത്തുള്ള ട്രോഫി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാൻ പോണം. അത് ഞാൻ കൊടുക്കുമ്പോ, ഞാൻ മനസ്സറിഞ്ഞ് കൊടുക്കുമ്പോ എനിക്ക് കിട്ടിയത് അങ്ങോട്ട് കൈമാറുമ്പോ പിള്ളേർക്ക് അത് സന്തോഷമാവും. തങ്കച്ചേട്ടത്തിന് കാര്യം മനസ്സിലായില്ലേ? മൊമന്റോ പുതിയത് മേടിക്കാനുള്ള ഫണ്ട് മറിച്ചു. ഫണ്ട് ഉണ്ട് അവിടെ, പാർട്ടിയിൽ ഫണ്ടില്ലാതിരിക്കുക. ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ഇരിക്കും. ഇതൊരു നല്ല കാര്യമാണ്, പുതിയ തലമുറയ്ക്ക് കൊടുക്കണം. അതിനകത്തും കള്ളത്തരം കാണിക്കല്ലേ. നീ നിന്റെ പണിയൊക്കെ നോക്കാം. നിന്റെ പെൺപുലി കാലത്തെ സംഘടന അല്ലേ ഇത്? ഞങ്ങൾ കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. പെൺപുലിനെ പറഞ്ഞാലുണ്ടല്ലോ. പറയൂടി. നിങ്ങൾ തമ്മിൽ തല്ലി ചാവും. ഞാൻ എന്റെ പാട്ടിന് പോകണം. കഴുതപ്പുലി എല്ലാം കഴുതയുടെ മുകളിലിരിക്കണം. തന്നടി തന്നെ അതിന്റെ ഏറ്റവും മുതിർന്ന കോവർ കഴുതയാണ് നീ പെൺപുലിയിലെ. ഓഹോ നശിച്ചു. അയ്യോ നശിച്ച് വേണം ഞങ്ങൾ പോട്ട്. ഓ നീ എവള് പറയാത്തേ ഇതേ ഉള്ളൂ.